ദിലീപിന് ഏറ്റവും കൂടുതൽ പിന്തുണ തരുന്ന ആരാ? സ്ത്രീകളാണ്. ഒരു 14 വയസ്സായ പെൺകുട്ടിയുടെ നെഞ്ചത്ത് കൈമുട്ടി തട്ടി എന്ന് പറഞ്ഞിട്ട് അയാളെ ശിക്ഷിച്ചിരിക്കുകയാണ്. 5 വർഷവും 25,000 രൂപയും. ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കണം? ഈ കോടതിയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് അവിടെ കാണിച്ചിരിക്കുന്നത്, ഇയാളെ ശിക്ഷിച്ചത്. ഇതിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ തള്ളി പറയുമോ എന്ന് ചോദിച്ചു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം കേസുകൾ എന്താണ്? ഫേക്ക് ആണെന്നാണ് പറയുന്നത്. വ്യാജ പരാതികളായതുകൊണ്ടല്ലേ കോടതി ഇവരെയൊക്കെ വെറുതെ വിടുന്നത്? ഇവരെ മധുര നിമിഷങ്ങൾ കോടതി പോയതെന്നാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. ഇയാളെ പരാജയപ്പെടുത്തുക, അതിന് മോളെ പീഡിപ്പിച്ചു എന്ന് വരെ പറയുന്ന ഒരു അമ്മയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ചിന്തിക്കുമ്പോണ്ടല്ലോ ആത്മഹത്യ ചെയ്യും ഞാൻ, എനിക്ക് എന്നെ പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ആ പറയുന്ന എൻ്റെ ഭാര്യയെ കൊല്ലും. ഇങ്ങനെ ഒരാളെ സമൂഹത്തിലേക്ക് കാണിക്കണം, ഇയാളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെ ആവില്ലേ മുന്നോട്ട് വന്നിട്ടുണ്ടാവുന്നത്? ഇതേ സ്വഭാവമല്ലേ മറുഭാഗത്തേക്കുന്ന ഈ പെൺപിള്ളേർക്ക്? ഭർത്താവ് കൂടെ ഉള്ളപ്പോഴാണ് ഇയാളുടെ കൂടെ പോകുന്നത്. ദിലീപിന് ഏറ്റവും കൂടുതൽ പിന്തുണ തരുന്ന ആരാ? സ്ത്രീകളാണ്. ഈ കേസ് തുടങ്ങിയ ആ സമയത്ത് ഏതോ ഒരു കോളേജിലോ ഏതോ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി, പെൺകുട്ടികളോട് ചോദിക്കുകയുണ്ടായി, ഇതിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ തള്ളി പറയുമോ എന്ന് ചോദിച്ചു. ഇല്ല എന്നാണ് പെൺപിള്ളേർ പറഞ്ഞത്. അതറിയോ? അപ്പം ഒരു കാരണവശാലും ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം കൂടി പറഞ്ഞുതരാം. അദ്ദേഹത്തിനും ഒരു പെൺകുട്ടിയുണ്ട്, അന്ന് 2 പെൺകുട്ടികളുണ്ട്. മനസ്സിലല്ലേ? ആദ്യത്തെ ഭാര്യയിൽ ഒരു പെൺകുട്ടിയുണ്ട്, രണ്ടാമത്തതിലും ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ പെൺകുട്ടികളുള്ള ഒരു അച്ഛൻ വേറൊരു പെൺകുട്ടിക്കെതിരെ ഇങ്ങനെ ചെയ്യില്ല, ക്രൂരമായിട്ട് ഇങ്ങനെ ചെയ്യില്ല. മാർട്ടിൻ പറഞ്ഞ വീഡിയോ ഇപ്പോൾ കറക്റ്റ് അല്ലേ? ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എന്താണ്? അപ്പൊ ആ ഒരു അതിലെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പുരുഷൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു റേപ്പ് കൊട്ടേഷൻ കൊടുക്കില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അപ്പൊ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം കേസുകൾ എന്താണ്? ഫേക്ക് ആണെന്നാണോ പറയുന്നത്? ഭൂരിഭാഗവും ഫേക്ക് ആണ്. കാരണം ഭൂരിഭാഗം ഫേക്ക് ആവുമെങ്കിലും ഒരു വിഭാഗം ഫേക്ക് അല്ലെന്ന് ഇപ്പോഴും പറയുന്നുണ്ടോ? ഏതെങ്കിലും 1-2 ഒക്കെ കാണാം. അത് തെറ്റ് തന്നെയാണ്, അതിനെ നമ്മൾ ന്യായീകരിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷേ എന്തുകൊണ്ട് വ്യാജ പരാതികളായതുകൊണ്ടല്ലേ കോടതി ഇവരെയൊക്കെ വെറുതെ വിടുന്നത്? 5, 6, 10 വർഷം കഴിയുമ്പോൾ അത് പിതാവായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, എത്ര കേസായി അടുത്ത കാലത്ത് നമ്മൾ പുറത്തു വന്നത് വ്യാജ പരാതി കേസായിരുന്നു എന്നുള്ള. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? അയാളുടെ ജീവിതം പോയില്ലേ, അയാളുടെ കുടുംബജീവിതം പോയില്ലേ? പെൺമക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ മുഖ്യധാര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയ്ക്കിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ആര്യനാടുള്ള ഒരമ്മ, ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ച് പറയുന്നത്, എൻ്റെ മകനെ ഒരു 14 വയസ്സായ പെൺകുട്ടിയുടെ നെഞ്ചത്ത് കൈമുട്ടി തട്ടി എന്ന് പറഞ്ഞിട്ട് അയാളെ ശിക്ഷിച്ചിരിക്കുകയാണ്. 5 വർഷവും 25,000 രൂപയും. അത് മൂത്ത കുട്ടി PG പഠിക്കുക. ഇയാൾ കണ്ടക്ടറാണ്, ബസ്സിലെ കണ്ടക്ടറാണ്, തിരക്കുള്ളൊരു ബസ്സാണ്. കൺസെപ്ഷൻ്റെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി ഇത് അടുത്തുകൂടി പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈമുട്ട് അവളെ നെഞ്ചത്ത് തട്ടി. ഈ ഒരൊറ്റ കാരണം പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തതും. ഇയാൾ ആദ്യം ജയിലിൽ കിടന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശിക്ഷിക്കുകയും ചെയ്തു. എന്ത് നടപടിയാണ് കോടതി ചെയ്തത്? ഇയാൾക്ക് 2 പെൺമക്കളാണ്. ഒന്ന് മൂത്തയാൾ PG പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ +2 കഴിഞ്ഞു, +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ 2 മക്കളുടെ മുഖത്ത് ഇയാൾ എങ്ങനെ നോക്കും? എനിക്ക് വിശ്വാസമില്ല ഒരിക്കലും. ഈ 2 പെൺമക്കളുള്ള, എനിക്കൊരു മോളുള്ളതാണ്. അപ്പോൾ 2 പെൺമക്കളുള്ള ഇയാൾ ആ 2 പെൺമക്കളെക്കാളും പ്രായം കുറഞ്ഞ ഒരു 1-2 വയസ്സ് പ്രായം കുറഞ്ഞ 14 വയസ്സുകാരിയുടെ നെഞ്ചത്ത് കൈമുട്ട് തട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് വിശ്വസിക്കും? ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കണം? ഈ കോടതിയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് അവിടെ കാണിച്ചിരിക്കുന്നത്, ഇയാളെ ശിക്ഷിച്ചത്. റിമാൻഡ് ഇട്ട് പോട്ടെ, ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ റിമാൻഡ് ചെയ്യും. അവ ആരോപിതൻ മാത്രമേ ആവണുള്ളൂ. ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കുറ്റക്കാരനെന്നാ. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കേസായിരിക്കും പുൽവാമ എന്ന് പറയുന്നത്. അതിനകത്തിലെ ആ ഒരു ബാലികയെ പീഡിപ്പിച്ചിട്ടുള്ള ആ ഒരു ഏജ് കാറ്റഗറി നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭാര്യ ഉള്ളതും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ മക്കൾ ഉള്ളതുമായിട്ടുള്ള ആൾക്കാരാണ് അതിനകത്ത് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ആ കേസ് ഡയറി എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഈ പറയാൻ പറ്റുന്നത്? ആ പ്രതികളൊക്കെ ഇപ്പൊ സുഖമായ അവരുടെ വീട്ടിൽ തന്നെ കാണുമായിരിക്കും. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമല്ല.
ഈ അല്ല, ഈ ഞാൻ കേസിനകത്ത് ഞാൻ ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞൊരു അല്ല കാര്യം നേരത്തെ ഉണ്ടല്ലോ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. അച്ഛനും മകളും ഈ ഒരു ബന്ധത്തെ നിങ്ങൾ പൂർണ്ണമായി പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അതിലും പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായം കുറഞ്ഞിട്ടുള്ള മക്കളുള്ള അത്തരം ആൾക്കാർ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അത് മനഃപൂർവ്വമല്ല തട്ടിയത് അല്ലെങ്കിൽ 100% പറഞ്ഞിട്ടില്ല ഞാൻ. യാദൃച്ഛികമായിട്ട് അങ്ങനെ ഉണ്ടാവാം തീർച്ചയായും പറഞ്ഞു. എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന കേസുകളെല്ലാം ശരിയെന്ന് ഞാൻ അംഗീകരിച്ചിട്ടില്ല. കാരണം ഡിവോഴ്സ് കേസുകൾ വരുമ്പോൾ ഈ വക്കീലന്മാർ തന്നെ അമ്മമാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നങ്ങ് പറഞ്ഞു, കേസ് ഇട്ട് ഇപ്പോൾ ഓക്കെ ആണെന്ന് പറയും. ഇയാളെ തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഈ പെൺപിള്ളക്കുള്ളൂ. മനസ്സിലാവണം? ഇയാളെ പരാജയപ്പെടുത്തുക, അതിന് മോളെ പീഡിപ്പിച്ചു എന്ന് വരെ പറയുന്ന ഒരു അമ്മയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെ പറയാൻ തോന്നുന്നു എന്നാണ്. കാരണം ഈ അച്ഛന് ചിന്തിക്കാൻ പോലും പറ്റാത്തടത്താണത്. എല്ലാ അച്ഛന്മാരും ഒരുപോലെ അല്ലല്ലോ. മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, മക്കളോട് വേറെ രീതിയിൽ ചിന്തിക്കാൻ പോലും മനസ്സില്ലാത്ത അവരുടെ മാനസികാവസ്ഥ ഞാൻ ചിന്തിക്കാറുണ്ട്. കാര്യം എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ ചിന്തിക്കുമ്പോണ്ടല്ലോ ആത്മഹത്യ ചെയ്യും ഞാൻ, എന്നെ പറഞ്ഞാൽ. അല്ലെങ്കിൽ ഞാൻ ആ പറയുന്ന എൻ്റെ ഭാര്യയെ കൊല്ലും. അതാണ് സ്ഥിതി. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്തടത്താണ് പറയുന്നത് മകളെ പീഡിപ്പിച്ചു. ഉടനെ ഡിവോഴ്സ് കൊടുക്കും, ഇയാളെ റിമാൻഡ് ചെയ്യും. അല്ല, അത്തരം സ്ത്രീകളോട് എനിക്കും താല്പര്യമൊന്നുമില്ല. ഇവിടെ ഈ പറയുന്ന നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫേക്ക് പോക്സോ കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ 10-12 വർഷം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് ഇയാളല്ല എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അത് ഫേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞ ആ അത്തരം കേസുകൾ എനിക്കറിയാം. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവിടുത്തെ മെൻസ് അസോസിയേഷൻ എന്തുകൊണ്ട് ആ കേസുകളുമായി മുന്നോട്ട് പോകുന്നില്ല? നമുക്കും ഈ പറയുന്ന മാനനഷ്ടത്തിനുള്ള കേസ് അല്ലെങ്കിൽ മാനനഷ്ടം ഫയൽ ചെയ്യാമെന്നുള്ളൊരു നിയമം ഇവിടെ നിലവിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത്തരം ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ ആ കേസുകളൊന്നും പ്രതികരിക്കാത്തത്? നമ്മൾ അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. അറിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റൂ. പത്രത്തിൽ വരുമ്പോഴും നമ്മൾ പ്രതികളാണെന്നല്ലേ കരുതുന്നത്. പ്രതികൾ ഇപ്പോൾ കോട്ടയത്ത് ഈയിടയ്ക്ക് ഒരു ആളിന് നമ്മൾ അവാർഡ് കൊടുത്തു. ഞാൻ ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലായിരുന്നു. ട്രഷറും ടീമുകളും സെക്രട്ടറിയൊക്കെ കൂടിയാണ് കൊണ്ട് കൊടുത്തത്. പൊന്നാട ഇട്ട ഫാമിലിയെ മൊത്തം. കാര്യം അയാൾ മാത്രമല്ല, കായിക അധ്യാപകനായിരുന്നു അദ്ദേഹം അല്ലേ. അപ്പോൾ ഈ അധ്യാപകന് മാത്രമല്ല, അയാളുടെ ഭാര്യ, 2 മക്കൾ, ഈ അവർക്ക് ഞങ്ങൾ അവരെ പൊന്നാട അണിയിക്കുകയും അവർക്ക് മെമൻറ്റോ കൊടുത്ത്, സ്ത്രീക്കുൾപ്പെടെ മെമൻറ്റോ കൊടുത്ത് നമ്മൾ ആദരിക്കുകയും ചെയ്തു. കാരണം അയാളുടെ സ്റ്റുഡൻ്റായിരുന്ന കുട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവൾ സുഖമായിട്ട് ഈ കംപ്ലൈൻറ്റ് കൊടുത്ത് ഇയാളെ ജയിലിലാക്കി എല്ലാം കഴിഞ്ഞിട്ട് അവൾ സുഖമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. അവൾക്ക് പിന്നീടാണ് കുറ്റബോധം. ആരോ പറഞ്ഞു ഇദ്ദേഹം ഈ പത്രമാധ്യമങ്ങളിൽ വന്ന് ഇപ്പോഴും നരയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ പള്ളിയിൽ ഇദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, ഇദ്ദേഹത്തെ ഫാമിലിയിൽ വന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങൾ നമ്മുടെ പള്ളിയിൽ പോയെന്ന് പറയും. അങ്ങനെ പള്ളിയുടെ ഇടവക വികാരിയുടെ അടുത്ത് പോയി പറയുന്നു. അങ്ങനെ അവിടെ കമ്മിറ്റി കൂടുന്നു. അങ്ങനെ അവിടെ നിന്ന് അവളൊരു സാക്ഷ്യം പറയുകയാണ്. പള്ളിയിലൊരു സാക്ഷ്യം പറയുന്ന ഒരു പരിപാടിയുണ്ട്. തെറ്റുകൾ ചെയ്തിട്ടുള്ളവർ ആ തെറ്റുകളും അവരുടെ അനുഭവങ്ങളും പറയുന്ന ഒരു പരിപാടി. അങ്ങനെ ഈ സാക്ഷ്യം പറയുന്ന ഒരു വേദിയിൽ നിന്നാണ് പത്രമാധ്യമങ്ങൾ അത് ലീക്കാവുകയും മാധ്യമങ്ങൾ അത് അറിയിക്കുകയും മറുനാടനിലെ എറണാകുളം റിപ്പോർട്ടറായിട്ടുള്ള പീയൂഷ് എന്നെ വിളിച്ച് പറയുകയാണ്. എന്നെ വിളിച്ച് പറഞ്ഞു ഈ കേസിലൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇടപെട്ടിട്ടാണ് ആ കേസ്. അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കാത്ത എന്താ? നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. പറഞ്ഞെന്താണെന്നറിയോ, ഇത്രയെങ്കിലും പറഞ്ഞു, ഇത് തന്നെ എനിക്ക് ഏറ്റവും വലിയ, ഇനി കേസുമായിട്ട് പോകാൻ ഇല്ല. പക്ഷെ നമുക്ക് അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം ഫൈറ്റ് ചെയ്യാൻ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് ഈ പറയുന്ന ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, എനിക്ക് ഇവിടുത്തെ എല്ലാ സ്ത്രീകളോടും പ്രത്യേകിച്ച് അനുകമ്പകളൊന്നും തോന്നുന്നില്ല. അതിനകത്ത് കുറ്റം ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന രീതി തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിലെങ്കിലും ഈ രീതിയിൽ വിക്റ്റിമായിട്ടുള്ള പുരുഷന്മാർ മുന്നോട്ട് വന്ന് നിങ്ങൾ കൃത്യമായി മാനനഷ്ട കേസ് കൊടുത്ത് ആ പറയുന്ന ആൾക്ക് കൃത്യമായി നിയമത്തിൻ്റെതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ ഇനിയും ഇത്തരം വിക്റ്റിമായിട്ട് പുരുഷന്മാർ വരാതിരിക്കൂ എന്നുള്ളതാണ്. നിങ്ങൾ ഒരു അവാർഡ് കൊടുത്തു എന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് അടുത്ത തവണയും ഇത്തരം വിക്റ്റിമുകൾ ഉണ്ടാവും. പല രീതിയിലും അത് മുന്നോട്ട് വരില്ല. നിയമത്തിൻ്റെതായ ഒരു ശിക്ഷ ഒരാൾക്ക് കിട്ടിയാൽ മാത്രമല്ലേ അടുത്ത തവണ ആ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ പറഞ്ഞതിനോട് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മലപ്പുറം ആദ്യം പറഞ്ഞില്ലേ, ശ്രീനാഥിൻ്റെ കാര്യം പറഞ്ഞില്ലേ, 50,000 രൂപയ്ക്കുള്ളിൽ ഞാൻ അയാൾക്ക് വേണ്ടി ചിലവാക്കിയതിൻ്റെ കാരണം ഇതുപോലുള്ളവർ ഈ പറഞ്ഞ രീതിയിൽ വരണം, നീ പരാതി കൊടുക്കണം. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അവരെ നിരാഹാരമിരുത്തി, സമരമിരുത്തി. കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. അവർക്ക് പൈസ കൊടുത്തു. എന്തിനാണ്? നിങ്ങൾ കൂടെ നിൽക്കണം. കാര്യം സാമ്പത്തികപരമായിട്ട് നിങ്ങൾ, കാര്യം എൻ്റെ കൂടെ ഈ സമരത്തിന് വരുമ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കടമൊക്കെ ഉള്ള ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലവിനുള്ള മറ്റുള്ള കാര്യങ്ങൾക്കുള്ള കാശ് ഞാൻ തരും എന്ന് പറഞ്ഞ് നിങ്ങൾ കൂടെ നിൽക്കണം. നിങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂരിനെ ഞാൻ ഏർപ്പെടുത്തി.
അന്നത്തെ ഏറ്റവും നല്ല നമ്മുടെ കേരളം അറിയപ്പെടുന്ന ഒരു വക്കീല്, എത്ര ലക്ഷം കൊടുത്താലാണ് അദ്ദേഹം നിൽക്കുന്നത്? അദ്ദേഹം ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ അദ്ദേഹം ഈ കേസ് വാദിക്കാൻ തയ്യാറായി. എന്നിട്ടും ഇവർ കൂടെ നിന്നില്ല. കാരണം ഒരാളെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് നിന്ന്. കാര്യം ഇത് മറ്റുള്ള എല്ലാ കേസും പോട്ടെ, ശ്രീനാഥിൻ്റെ കേസ് പക്കയാണ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരുന്നു, DNA ടെസ്റ്റ് എടുത്തു, ഇവനല്ല എന്ന് ബോധ്യമായത്. ഇവൻ ആ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തെളിഞ്ഞു. അവൾക്ക് ഈസിയായിട്ട് നമുക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലേ? തീർച്ചയായും. പ്രായപൂർത്തിയായിട്ടില്ല എങ്കിൽ ജുവനൈൽ ഹോമിൽ കൊണ്ട് നിർത്താം. അവൾ കുറ്റക്കാരിയാണപ്പോൾ. മനസ്സിലായില്ലേ? അവളെ ആരൊക്കെയാണ് പ്രേരിപ്പിച്ച് ഇവൻ്റെ പേര് പറഞ്ഞത്? ഇവരെ എല്ലാവരെയും ജയിലിലാത്താക്കാൻ പറ്റും. അതോടുകൂടി പെൺകുട്ടികൾ ഇങ്ങനെയുള്ള വ്യാജ പരാതികൾ നിർത്തും. ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇവർ കൂടെ നിന്നില്ല. എനിക്ക് തോന്നുന്ന എൻ്റെ ഭാഗം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് സമരം ഇരുത്തി, ഈ സംഘടനയുടെ രീതിയിൽ നിരാഹാര സമരം, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരുണ്ടാവുമല്ലോ, ദിവ്യഗർഭം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഗർഭം ഉണ്ടാക്കിയവർ ഇവർക്ക് കണക്കിലധികം കാശ് കൊടുത്തിരിക്കുക. അപ്പോൾ ഇവർ എൻ്റെ കോൾ പിന്നീട് അറ്റൻഡ് ചെയ്യാതെ വന്നു. അവിടെയാണ് പ്രശ്നം. പൈസയാണ് എല്ലാത്തിനും പ്രധാനം. അപ്പോൾ ഇവന് സമൂഹത്തിൽ ഇങ്ങനെ ഒരു തിന്മ ആർക്കും നടക്കാതിരിക്കണമെങ്കിൽ അവൻ പരാതി കൊടുക്കണമായിരുന്നു, ഞങ്ങളുടെ അവിടെ നിൽക്കണമായിരുന്നു. അവൻ നിന്നില്ല. ഇതുപോലെയാണ് എല്ലാ കേസും. അവിടെയും ഞാൻ പറഞ്ഞു കോട്ടയത്ത്, കാര്യം അവരും അതിന് തയ്യാറല്ല. കാര്യം കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ വന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് അവരിയ്ക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അവളെ കോടതി കയറ്റാനോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനോ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം കേസിനെ ഒന്ന് ചിന്തിച്ചുകൂടെ? കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇവര് ഈ പറയുന്ന ഉഭയസമ്മതത്തോടെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് ഈ പറയുന്ന ഈ അതിജീവിതമാർക്കൊക്കെ കൃത്യമായി അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരാളെ സമൂഹത്തിലേക്ക് കാണിക്കണം, ഇയാളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെ ആവില്ലേ മുന്നോട്ട് വന്നിട്ടുണ്ടാവുന്നത്? ഇദ്ദേഹത്തിന് ഏത് രീതിയിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത്തരം ശിക്ഷ കിട്ടിയില്ലെങ്കിൽ കൂടെ ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ളത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശമായിക്കൂടെ? ഈ പറയുന്ന പെൺകുട്ടികളും അതേ സ്വഭാവമല്ലേ? ഒന്ന് ആലോചിക്കണേ. ഇദ്ദേഹം ആ സ്വഭാവമാണ് അല്ലേ? ഒരുപാട് പെൺകുട്ടികളുമായിട്ട് പ്രണയത്തിലാവുകയും ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്, അംഗീകരിക്കുന്നു. ഇതേ സ്വഭാവമല്ലേ മറുഭാഗത്തേക്കുന്ന ഈ പെൺപിള്ളേർക്ക്? ഭർത്താവ് കൂടെ ഉള്ളപ്പോഴാണ് ഇയാളുടെ കൂടെ പോകുന്നത്. വേറെ ആരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ടെന്ന് ഇങ്ങനെ അറിയാം? അല്ല, അതിനകത്തില് ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞ അലിഗേഷൻസ് വന്നിട്ടുള്ള എല്ലാ പെൺകുട്ടികളുടെയും ഹിസ്റ്ററി എനിക്ക് അറിയത്തില്ല. ആകെ ഈ ഇത് റിനിയാണ് ആദ്യം പറഞ്ഞത്, പിന്നീടാണ് 2 മാധ്യമ പ്രവർത്തകർ പറയുന്നത്. റിനി ആദ്യം പറഞ്ഞു. റിനി ഇപ്പൊ പറയുന്നത് എന്താണെന്ന് അറിയോ? ഞങ്ങൾ ഒരു പുരുഷന്റെ കൂടി, ഞങ്ങളെന്ന് വെച്ചാൽ സ്ത്രീകൾ, ഞങ്ങൾ ഒരു പുരുഷന്റെ കൂടി റൂമിൽ കയറി പോകുന്നത് ഒരു ചുംബനം കിട്ടാനോ ഒരു ഹഗ് കിട്ടാനോ ആണെന്ന്. മനസ്സിലായോ? അതിനപ്പുറത്തോട്ടല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, റിനിക്ക് ഈ പറയുന്ന മെറൈൻ ഡ്രൈവിൽ പോയി ഇരുന്നാൽ പോരെ? അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും, ഞങ്ങളുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ചങ്കമം ബീച്ചിലോ വേളിയിലോ അല്ലെങ്കിൽ മ്യൂസിയം ഉണ്ട്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമല്ലേ. ശംഖുമുഖത്ത് പോയിരിക്കണോ, അതേപോലെ മറൈൻ ഡ്രൈവിൽ പോയിരിക്കണോ, എവിടെ പോയിരിക്കണോ? അല്ലെങ്കിൽ ബെഡ്റൂമിൽ പോകണോ? ആ ബെഡ്റൂമിൽ പോയിട്ട് വന്ന് പുറത്ത് എഴുന്നള്ളിക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ ബെഡ്റൂമിൽ കയറി അയാൾ അത് ചെയ്തു എന്ന് എന്തിനാ പറയണേ? നിങ്ങൾ എന്തിനാ കയറി പോയേ? നിങ്ങൾ ഈ കിസ് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതും ആണെങ്കിൽ ഇവിടെ ഇരുന്നാൽ പോരെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് പറയരുതെന്നേ. കംപ്ലൈൻറ്റ് പറയരുത്. ഒരാളുടെ കൂടി പോയിട്ട് നിങ്ങൾ പുറത്തിറങ്ങി വന്നിട്ട് എന്തടിസ്ഥാനത്തിലാണ് കംപ്ലൈൻറ്റ് പറയണേ? എൻ്റെ ആവശ്യം എന്താ? നേടാനുള്ളത് നേടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ഒറ്റുക, അതല്ലേ? അതുകൊണ്ടല്ലേ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത്? പ്രണയിക്കുന്ന യഥാർത്ഥ പ്രണയം ആണെങ്കിൽ ഇവരാരെങ്കിലും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഈ യഥാർത്ഥ പ്രണയത്തിന്റെ ഇവരുടെ ഏറ്റവും പ്രണയത്തിന്റെ മധുര നിമിഷങ്ങളൊന്നും പുറത്തേക്ക് വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഇയാള് ഭീഷണിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഇയാള് ഐ വാണ്ട് ടു റേപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇവരുടെ മധുര നിമിഷങ്ങളൊന്നും റെക്കോർഡ് ഇവരെ മധുര നിമിഷങ്ങൾ കോടതി പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. പുറത്തു വന്നിട്ടില്ല. അത് പുറത്ത് വിടാത്തതാണ് ഇയാളുടെ മാന്യത. നമ്മൾ ഇയാളുടെ കൂടെ നിൽക്കേണ്ടതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പെൺകുട്ടിയെ തേജോവധം ചെയ്യുന്ന ഒരു സംഭവമില്ല. ഒരു പെൺകുട്ടിയെ ഈ പറയുന്ന രീതിയിൽ ശാരീരികം പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു മാന്യനാണ്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ അതിജീവിതമാരെ ഏറ്റവും കൂടുതൽ ബ്ലെയിമിങ് ചെയ്യുന്നത് ഈ പറയുന്ന അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒരു മാന്യനാണെന്ന രീതിയിൽ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നീതിയും ന്യായത്തിന്റെ കൂടെ നിൽക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ അല്ല. നീതിയും ന്യായവും എവിടെയാണോ അവിടെയാണ് നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണ് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെങ്ങനെ അയാളിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ട്. ന്യായവും നീതിയും നടപ്പിലാവണം.
അതുകൊണ്ടാണ് ഞാൻ അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ഈ പെൺകുട്ടിയും തെറ്റുകാരിയാണ്. ഒരാൾ മാത്രം എങ്ങനെയാവും തെറ്റ് ചെയ്യുന്നത്? പിടിച്ചു കെട്ടിക്കൊണ്ടുപോയല്ലേ, ചാക്കിൽ കെട്ടി ഏതോ സിനിമയിൽ കൊണ്ടുപോയതല്ലേ, അങ്ങനെ കൊണ്ടുപോയതല്ലല്ലോ. ചിരിച്ച് സല്ലപിച്ച് നേരെ ഒരു റൂമിൽ പോയതല്ലേ. ആ റൂമിൽ പോയിട്ട് അവിടെ കിസ് മതി, എനിക്ക് ഹഗ് ചെയ്താൽ മതി, ഇതിനു വേണ്ടിയിട്ട് എന്തിനാ പോണേന്നേ? അല്ല, എനിക്ക് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കണം. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ എന്തിനാ നിൽക്കുന്നത്? ചെയ്യണ്ടെന്നേ, ഇതെന്തിനാ ആസ്വദിക്കാൻ നിൽക്കണേ? എന്തിനാണ് ആസ്വദിക്കാൻ നിൽക്കണേ? അല്ല, അങ്ങനെ ഒരു ചോദ്യമില്ലേ. ഇപ്പൊ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ അത് പിന്നെ ചെയ്യാൻ നിൽക്കുന്നത്? അല്ല, രാഹുൽ മാങ്കൂട്ടത്തില് ഈ പറയുന്ന ഇത്രയധികം ഒരു ടാലന്റ് ഉള്ള സ്ഥിതിക്ക് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്യാൻ ഇത്രയും മതി എന്നവർ പറയുമ്പോൾ എന്തിനാണ് ബാക്കി ചെയ്യാൻ പോകുന്നത്? അല്ല, ഈ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, കിസ് ചെയ്യണം, ഹഗ് ചെയ്യണം എന്ന് പറയുന്ന സംഭവങ്ങളെ ഇത് വേണമെന്തിനാണ് ഇവർ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നല്ലേ പറയണേ? വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അല്ല ചെയ്യേണ്ടത്, വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഒരുത്തൻ്റെ റൂമിൽ കയറി പോകുന്നത് വിവാഹം കഴിഞ്ഞിട്ടാണ്. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തത്. അല്ലാതെ വിവാഹത്തിന് മുമ്പേ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അടുത്ത് വിവാഹം കഴിക്കുകയല്ല, അങ്ങനെയല്ല, റിവേഴ്സ് അല്ലല്ലോ. നമുക്ക് നേരാവണ്ണം ചിന്തിച്ചാൽ പോരെ. അപ്പോൾ വിവാഹം കഴിയുക, വിവാഹം കഴിഞ്ഞതിന് ശേഷം വ്യക്തി സ്വാതന്ത്ര്യമല്ലേ നമുക്ക്? എന്ത് വ്യക്തി ഒരു വ്യക്തി സ്വാതന്ത്ര്യം ചെയ്തിട്ട് എനിക്കിപ്പോ ഒരാളെ കിസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ ഹഗ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് എനിക്ക് അടുത്ത ആളോട് പോയി എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നിങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു അവകാശം എനിക്കില്ല. എനിക്ക് ഇഷ്ടമല്ല എങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എനിക്ക് അടുത്ത ആളോട് പോയി നിങ്ങൾ അത് ചെയ്യരുതെന്ന് പറയാനുള്ള ഒരു റൈറ്റ് എനിക്ക് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയുന്നത്? വിവാഹത്തിന് ശേഷമാണ് താങ്കൾ ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മാങ്കൂട്ടം എന്താ ഒരു അക്ഷരം പറയാതെ റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയതാണോ? അല്ലല്ലോ. ഇത് ഒരുപാട് ദിവസം സംസാരിച്ച് കാണില്ലേ, ഇവർ സ്നേഹമായിട്ട് സംസാരിച്ച് കാണില്ലേ, മെസ്സേജുകൾ അയച്ചത് കാണില്ലേ? അതൊക്കെ ഇവിടെ ഒറ്റയടിക്ക് വിളിച്ചുകൊണ്ട് പോവുകയല്ലല്ലോ. അതും മെസ്സേജുകൾ അയച്ച് പ്രണയം നല്ല ദൃഢമാവുമ്പോഴാണ് റൂമിലേക്ക് വിളിക്കുന്നതും വിളിച്ചാൽ പോകുന്നത്.